കാർഷിക ജീവനം. കൃഷി അറിവുകളും അനുഭവങ്ങളും. ജില്ലാ കൃഷിത്തോട്ടം നേര്യമംഗലത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ആദ്യ ഭാഗം ശ്രോതാക്കൾ ഇന്നലെ കാർഷിക ജീവനത്തിൽ കേട്ടല്ലോ. തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം. പശുക്കളെയൊക്കെ വളർത്തുന്ന കാര്യങ്ങളും ഒക്കെ വരെയാണ് ഇന്നലെ നമ്മൾ പരിചയപ്പെട്ടത്. കൃഷിത്തോട്ടത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ്, അതൊന്ന് പറഞ്ഞു തരാമോ? മാവ്, പ്ലാവ്, കൊക്കോ, നട്ട്മഗ് ഇതിന്റെയൊക്കെ പ്രോജനി ഓർച്ചാർഡുകളാണ്. പിന്നെ ആട്ടുംകൂടുണ്ട്, താറാവുണ്ട് ഇവിടെ. പിന്നെ നഴ്സറി യൂണിറ്റ് മേലോട്ട്. അപ്പൊ ഇനി നമുക്ക് ഔഷധ സസ്യങ്ങളൊക്കെ തയ്യാറാക്കുന്ന ഇടത്തേക്ക് പോകാം. നമ്മൾ ഇങ്ങനെ നടന്ന് ഔഷധ സസ്യങ്ങൾ വളർത്തുന്ന ഒരു ഇടം അവിടെ എത്തിയിട്ടോ. അപ്പം ഇവിടെ ഈ ഔഷധ സസ്യങ്ങൾ പോളി ഹൗസിലാണ് ഇവർ സൂക്ഷിച്ചിരിക്കുന്നത് കേട്ടോ. ചേച്ചി, ഈ ഔഷധ സസ്യങ്ങളുടെയൊക്കെ നോക്കുന്നത് ചേച്ചിയാണോ? ആണ്. എന്താ ചേച്ചിയുടെ പേര്? എൻ്റെ ഒരു ഷീബ. ഇവിടെ ഈ പോളി ഹൗസിൽ ഔഷധ സസ്യങ്ങൾ സൂക്ഷിക്കാൻ എന്താ കാരണം? ബാക്കിയെല്ലാം നമ്മളിങ്ങനെ തുറസായ സ്ഥലത്താണല്ലോ വെച്ചിരിക്കുന്നത്. ചൂടടിക്കാതെയൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ നല്ല ഗ്രോത്ത് ആയിട്ട് കയറി പോകുന്നു. വളരെ ലോലമായ സസ്യങ്ങളൊക്കെ കാണും അല്ലേ? എന്തൊക്കെ തരം സസ്യങ്ങൾ ഇവിടെയുണ്ട്? ഒരു 250ഓളം ഇനം സസ്യങ്ങളുണ്ട്. ഓ, അത്രയുണ്ട്. ഒന്ന് ചിലതെങ്കിലും ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? ഓക്കെ. ജന്തപ്പാല. ഏത്? ജന്തപ്പാല സോറിയാസിസിനൊക്കെ നമ്മൾ എണ്ണ കാച്ചി കൊടുക്കുന്നത്. ഇത് തേക്ക്. ഈ അമ്പനാന്ന് പറഞ്ഞ ചെടിയാണത്. പൈൽസിനൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ മുറിവ് ഉണക്കിയാണത്, മുറിവ് ജോയിന്റ് ആവാനുള്ളത്. ഏത്? ഈ അയ്യപ്പാല. ഇതെന്താ ചെടി? ഇത് കൊടിക്ക് സപ്പോർട്ട് കൊടുക്കണ ഒരു ചെടിയത്. ഓ, പയ്യാനി ഔഷധമാണ്. ഇതിന്റെ വേറെ ഔഷധമാണ്, പക്ഷെ നമ്മൾ കൊടിക്ക് സപ്പോർട്ട് കൊടുക്കാൻ. ഇത് രാമച്ചം ഹാർവെസ്റ്റ് കഴിഞ്ഞത്. പ്ലാന്റ് നടും, റീപ്ലാന്റ് ചെയ്യും. പിന്നെ വേര് വെള്ളം തിളപ്പിക്കാനോ അങ്ങനെ പിന്നെ സ്ക്രബ്ബർ ഉണ്ടാക്കാനൊക്കെ നമ്മൾ യൂസ് ചെയ്യും. അപ്പൊ ഇവിടെ ഇവര് രാമച്ചൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതായത് രാമച്ചം പറിച്ചിട്ട് അതിന്റെ ഇലയൊക്കെ കളഞ്ഞ് അതിന്റെ വേരുഭാഗത്തുനിന്ന് വേര് മാത്രം സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ള ചെടി വീണ്ടും പുനരുപയോഗത്തിന് നടാനായിട്ട് എടുക്കുകയും ഈ രാമച്ചത്തിന്റെ വേര് വെള്ളം തിളപ്പിക്കാനും മറ്റുള്ള ഔഷധ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ കാണുന്നതാണ് നമ്മൾ നടുന്നത് അല്ലേ? അതെ. എങ്ങനെയാണ് ഇത് നടുന്നത്? ഇത് സാധാരണ കവറിലേക്ക് ആക്കി നമ്മൾ വെച്ചിട്ട് ഒന്ന് പിടിച്ച് ഗ്രോത്ത് ആയി കഴിയുമ്പോൾ നമ്മൾ സൈറ്റിലേക്ക് നടും. നമ്മൾ മണ്ണിലേക്ക് നടും. കൊടുക്കാനുള്ളത് നമ്മൾ കവറിന്റെ അത് വെച്ചിട്ടുണ്ട്. ഇവിടെ വിൽപ്പനയുണ്ട്. ഇതെല്ലാം നമ്മൾ വിൽക്കാനുള്ള ഇരിക്കുന്നതൊക്കെ അല്ലേ? അപ്പൊ ഇവിടെ ഈ നഴ്സറിയിൽ ഈ പറയുന്ന എല്ലാ തരം ഔഷധ സസ്യങ്ങളുടെയും തൈകള് തയ്യാറാക്കി ഇവരിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് വന്ന് വാങ്ങിക്കാം എന്നാണ് ഇപ്പൊ അവർ പറഞ്ഞത് കേട്ടോ. ഇത് ചങ്ങരം വരണ്ടാന്ന് പറയുന്ന ഔഷധമാണ്. നമ്മുടെ എല്ലുകൾ ഒടിയുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ജോയിന്റ് ആവാനുള്ള ഇത് എണ്ണ കാച്ചി തേച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ജോയിന്റ് ആവും. ഏറ്റവും നല്ല ഔഷധമാണ്. പനിക്കൊന്ന, പിന്നെ പനിക്കൂർക്ക. ഇത് ചന്ദനത്തിന്റെ തൈയാണല്ലേ? രക്തചന്ദനത്തിന്റെ തൈ. ഇത് രക്തചന്ദനം. ഇത് സാധാ ചന്ദനം. ചുമക്കൂർക്ക. ഇത് ചെത്തിക്കൊടുവേലി. ഇത് എന്ത് കളർ? കൊടുവേലി. ഇത് ചുമപ്പ്.
അത് എലികൾ വരാതിരിക്കുന്നതിനുള്ള നമ്മൾ നട്ടിട്ടുണ്ടെങ്കിൽ എലികൾ വരില്ല. പിന്നെ അതിൻ്റെ കിഴങ്ങ് നമ്മൾ അൾസറിന് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ കാച്ചി തേക്കുന്നതാണ്. ഓ, ചെത്തിക്കൊടുവേലി അല്ലേ? ഡയറക്റ്റ് ആയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഇത് ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് ഇട്ട് അതിൻ്റെ ശുദ്ധി ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകും. അപ്പൊ ഇവിടെ ചെത്തിക്കൊടുവേലിയും അതുപോലെ ചന്ദനത്തിന്റെ തൈകൾ വരെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിൽ ഈ ചെത്തിക്കൊടുവേലി എന്ന് പറയുന്നത് മരുന്ന് എന്നൊക്കെ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ എങ്ങനെയായാലും നമ്മൾ ഏതൊരു മരുന്നും ഉപയോഗിക്കുമ്പോൾ ആരോഗ്യ വിദഗ്ധന്റെ നിർദ്ദേശപ്രകാരവും അതനുസരിച്ച് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുകൂടി ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒന്ന് ഓർപ്പിക്കുകയാണ് കേട്ടോ. ഇത് പൊന്നാങ്കണ്ണി ചീര എന്നാണ് പേര് പറയുന്നത്. നമ്മുടെ തിമിരത്തിനൊക്കെ നമ്മൾ തോരൻ വെച്ച് കഴിച്ചാൽ നല്ലതാണെന്ന് പറയുന്നത്. കണ്ണിന് മാറ്റമുണ്ട്. അമൽപ്പൊരി ഇത് നട്ടിട്ടുണ്ടെങ്കിൽ പാമ്പുകൾ നടുത്ത് വരില്ല എന്നാണ് പറയുന്നത്. പിന്നെ വിഷ ചികിത്സയാണ്. നമ്മൾ ഫസ്റ്റ് എയ്ഡ് വിഷമൊക്കെ തൊട്ടിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ ശംഖുപുഷ്പം, ആ ചെടി എന്താണ്? അത് കൂവളം. ഇത് കൂവളാണോ? കൂവളത്തിന്റെ ചെറിയ തൈകളാണ് കേട്ടോ. ഇല നല്ല വലിപ്പമുണ്ടല്ലേ? അതെന്തുകൊണ്ട് നമ്മൾ പ്രത്യേക പരിചരണം കൊടുക്കുന്നതുകൊണ്ടാണോ? നനച്ചു കൊടുക്കുന്നതുകൊണ്ട്. നനവ് മാത്രമല്ലാണ്ട് പ്രത്യേകിച്ച് നമ്മൾ വേറെ രാസവളം ഒന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല. ഇലയൊക്കെ യൂസ് ചെയ്യണേലേ, വെള്ളം തിളപ്പിച്ച് കുടിക്കുകയൊക്കെ ചെയ്യണേലേ, അതുകൊണ്ട് നമ്മളൊന്നും രാസവളം ചേർക്കുന്നില്ല. ഇത് വിക്സ്മിന്റ് എന്ന ചെടിയാണ്. ജലദോഷത്തിനൊക്കെ ഇതിന്റെ ഇല ആവി പിടിക്കാനൊക്കെ നല്ലതാണ്. നല്ല സ്മെല്ലുണ്ട്. ഇതിന്റെയൊക്കെ തൈ അവൈലബിൾ എല്ലാം ഉണ്ട്, തൈയുണ്ട്. ഇത് ആഫ്രിക്കൻ മല്ലി എന്ന് പറഞ്ഞ ചെടിയാണ്. യൂറിക് ആസിഡിന് നമ്മൾ ഇതിന്റെ ഇല തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ നല്ലതാണ്. പിന്നെ ഇത് വിഷത്തിന് ചികിത്സ ചെയ്ത് കിഴി കുത്താൻ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഇത് തീപ്പാല എന്ന് പറയുന്നത്, തീപ്പാല എന്ന് പറഞ്ഞാൽ അത് വിഷത്തിന്റെയാണ്. അരിഷ്ടം, ലേഹ്യം, കഷായം അങ്ങനെയുള്ള മരുന്നുകൾക്കൊക്കെ യൂസ് ചെയ്യണതാണ്. അതിന്റെ ഇലയല്ല വേര്. ഇതാണോ മരമഞ്ഞള്? ഇത് മരമഞ്ഞള്. ഇതിന്റെ നമ്മൾ ഈ കാതലാണ് എടുക്കുന്നത്. ഇത് പൊടിച്ച് നമ്മൾ ഈ ഔഷധ കഞ്ഞിയൊക്കെ ആ കൂട്ടിൻ്റെ അകത്തൊക്കെ ചേർക്കണത്. പിന്നെ കഷായത്തിൻ്റെ അകത്ത്, അരിഷ്ടത്തിൻ്റെ അകത്ത് അങ്ങനെ ഒത്തിരി യൂസ് ഉണ്ട് അത്. ഇത് പൂവരശ് എന്ന് പറഞ്ഞ ചെടിയാണ്. ഈ ബ്ലോക്ക് ഒക്കെ വന്നതിന് ഇതിന്റെ ഇല തിളപ്പിച്ച് വെള്ളം കുടിക്കും. പണ്ട് കാലത്തൊക്കെ ആൾക്കാർ ഇതിന്റെ അകത്ത് ഈ ഇലക്കകത്ത് ഇഡ്ഡലി വരെ ഉണ്ടാക്കി കഴിക്കുമായിരുന്നു. ഓ, അത് അതിനായിരിക്കും അല്ലേ? അത്രയ്ക്കും യൂസ് ഉള്ളതാണ്. അതെന്താ മാധവിയോ? ചെടിയുടെ പേരാണോ അത്? അത് മാധവി. അത് അതിന്റെ വേരെ യൂസ് ചെയ്യുന്നേ. എന്തിനുപയോഗിക്കുന്നു അത്? അത് അരിഷ്ടമൊക്കെ ഉണ്ടാക്കുന്നതിന്. നാശകം, അതൊക്കെ പുതിയ ഇതുവരെ കേട്ടിട്ടില്ലാത്ത പേരുകളാണല്ലോ. നാശകം അത് വലിയ യൂസ് ഇല്ല. എന്നാലും നമ്മൾ ഈ പുതിയ കുട്ടികളൊക്കെ വരുമ്പോൾ ഇന്ന മര എന്നുള്ളത് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കാനൊക്കെയാണ് അതെടുക്കുന്നത്. ഇത് കരിന്നച്ചി എന്ന് പറഞ്ഞാൽ നീർക്കെട്ടൊക്കെ മാറാൻ പെട്ടെന്ന് നീർക്കെട്ട് വലിയ നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ മുഞ്ഞ, അതും അരിഷ്ടത്തിലൊക്കെ ചേർക്കുന്നത്. ഇതല്ലേ നമ്മള് കുഞ്ഞു പിള്ളേരെ കുളിപ്പിക്കുമ്പോ വെള്ളത്തില് ഇവിടെ മുഞ്ഞാന്ന് പറയുന്ന ഒരു ചെടി ഉണ്ട് കേട്ടോ. നമ്മള് കൊച്ചു കുട്ടികളെയൊക്കെ കുളിപ്പിക്കുമ്പോ പണ്ട് കാലത്തുള്ള അമ്മമാര് ചെയ്തിരുന്ന ഒരു ചെപ്പടി വിദ്യയാണ് ഈ മുഞ്ഞയുടെ ഇല എടുത്തിട്ട് അതൊന്ന് തിരുമ്മി ആ വെള്ളത്തിലാണ് കേട്ടോ കുഞ്ഞു കുട്ടികളെ കുളിപ്പിച്ചിരുന്നത്. ആ ചെടിയൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് കുറിഞ്ഞി, ഇത് നമ്മുടെ മൂന്നാറിൽ പൂക്കുന്ന കുറിഞ്ഞി തന്നെയാണോ? അതല്ല, ഇത് ഔഷധസസ്യത്തിലെ കുറിഞ്ഞിയാണത്. ഇത് ഇപ്പോൾ ഒരാൾ വാങ്ങിച്ചുകൊണ്ട് പോയത് അവരെന്തോ എണ്ണ ഉണ്ടാക്കാൻ അതിൻ്റെ ഇല യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി. ഇപ്പോൾ പിന്നെ വയർ സംബന്ധമായ അസുഖങ്ങൾക്ക് ആണത് കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെയും ഞാൻ ഒന്നുകൂടി ഓർമ്മിക്കുന്നു, ഇതിന്റെയൊക്കെ ഉപയോഗങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഈ സസ്യങ്ങളുടെ ഏതെങ്കിലും ഭാഗങ്ങൾ ഔഷധാവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യ വിദഗ്ധനുമായിട്ട് സംസാരിച്ച് അദ്ദേഹത്തിന്റെ കൂടി ഉപദേശവും നിർദ്ദേശവും അനുസരിച്ച് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർപ്പിക്കുകയാണ്. ഇത് നീലാമരി നമ്മൾ ഹെന്ന ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നു. പിന്നെ നമ്മൾ തലമുടി വളരാനായിട്ട്, ഗ്രോത്തിന്, താരന് അങ്ങനെയൊക്കെ എണ്ണ കാച്ചി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇത് ചതുരമുല്ല എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ചതവിന്, നടുവേദനയ്ക്കൊക്കെ യൂസ് ചെയ്യണം മരുന്നാണ്. ചതുരവെണ്ണലം എന്ന് പറയുന്നത് ഇത് തന്നെയാണോ? അറിയില്ല കേട്ടോ. ഇത് ചതുരമുല്ല എന്നാണ് കറക്റ്റ് ഇതിന്റെ പേര്. ഇപ്പൊ ആണെങ്കിലും നമ്മൾ കൊച്ചു കുട്ടികളൊക്കെ ചീത്തക്കൊക്കെ നമ്മൾ എവിടെയും പോകുമ്പോൾ നമ്മൾ ഇലയൊക്കെ വെച്ചിട്ട് പോകും. കൊച്ചുങ്ങളുടെ മേത്തത് വെച്ചിട്ടൊക്കെ പോകും. ചീത്തക്കൊക്കെ നല്ലതാണ്. പിന്നെ ഇത് കോലരത്താന്ന് പറയുന്ന അരത്തയാണത്. അരത്ത ഇനത്തിൽപ്പെട്ട, അത് ഇഞ്ചി വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണത്. നമ്മള് അരിഷ്ടത്തിലൊക്കെ ചേർക്കുന്നതാണ്. ഇതാണോ നമ്മള് പാമ്പ് വരാണ്ടിരിക്കാൻ എന്നൊക്കെ പറഞ്ഞത്? അല്ല, അത് വേറെ. അതിന്റെ അപ്പുറത്ത് തിപ്പലി. അത് തിപ്പലി ശരിക്കും വള്ളിച്ചെടിയല്ലേ? തിപ്പലി അത് തിപ്പലി, വൻതിപ്പലി, ചെറിയ തിപ്പലി, ബ്രസീലിയൻ തിപ്പലി, ആസാം തിപ്പലി, അങ്ങനെ കുറെ തിപ്പലി എണ്ണത്തിൽ കുറെ ഉണ്ട്. ഓ ശരി, തിപ്പലി വിവിധ ഇനങ്ങളുണ്ടല്ലേ? അതിലൊരു ഇനമാണോ അത്? ഏതാ ഇനം? അത് ആസാം തിപ്പലി എന്ന് പറയും.
ആ അറ്റത്ത് നിൽക്കുന്നത് ഏതാ ചെടി? അത് ഇടിഞ്ഞിൽ എന്ന് പറഞ്ഞ ചെടി. അത് ഇടിഞ്ഞിലിന്റെ വേരെടുക്കുന്ന യൂസ് ചെയ്യുന്നത്. ഇപ്പുറത്ത് നിൽക്കുന്നത് ഇപ്പുറത്ത് നിൽക്കുന്ന മണിമരുത്, ചപ്പങ്കം എന്ന പേര്. അതിൽ നമ്മളെടുത്ത് വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ യൂസ് ചെയ്യണം. ഈ ചപ്പങ്കം തന്നെയാണോ കരിങ്ങാലി? അല്ലല്ല, കരിങ്ങാലി വേറെ. കരിങ്ങാലി പോലെ ഉണ്ടല്ലേ കാണുമ്പോ? കരിങ്ങാലി അവിടെ ഇരിപ്പുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. വേറെ അല്ല, ഇത് കാണുമ്പോ ഒരു കരിങ്ങാലിയുടെ ഒരു ലുക്കൊക്കെ ഉണ്ട്. പക്ഷെ മുള്ളും മുള്ള കരിങ്ങാലിക്ക് ഇത്ര വലിപ്പമില്ല, അതുകൊണ്ടല്ലേ ഇല? ചെറിയ ഇല. അത് ഇത് പുളിയുടെയൊക്കെ പോലെയുള്ള ഇലയാണ് കേട്ടോ. പിന്നെ ഇത് ഇലിപ്പ അല്ലേ? ഇതെന്താ കർലകം? കർലകം അതിന്റെ വേരെടുക്കുന്നത്, കഷായത്തിനൊക്കെ എടുക്കുന്നത്. കൂടുതലും നമ്മൾ വിഷത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകൾക്ക് കഷായം വയ്ക്കുന്നതിന് അങ്ങനെയൊക്കെയാണ് കൂടുതലും നമ്മളിത്. ഇതെന്താ ചെടി? ഇത് മുഞ്ഞ. അല്ല, ഇവിടെ ഉള്ള ചെടികൾ കൂടുതലും നമ്മൾ അങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം ഇത് ഒരു വിഷവൈദ്യന്റെ അടുത്താണ് നമുക്ക് ഒത്തിരി ചെടികൾ നമ്മൾ അവിടെ നിന്ന് നമുക്ക് കിട്ടിയത്. അത് ഉത്തരാക്ഷം എന്ന് പറഞ്ഞേ, അതും അതിന്റെ വേറെ എടുക്കണേ. ഇത് സമുദ്രപ്പച്ച എന്ന് പറഞ്ഞൊരു ചെടിയാണ്. വെള്ളപ്പൂണ്ടാണ്. വെള്ളയല്ല, ഒരു വയലറ്റ് കളറുള്ള ഒരു പൂവുണ്ടാവും. മരുന്നാണോ? മരുന്ന. ആ വെള്ള പൂണ്ടാണ്, കാട്ടിലുണ്ടാവുന്ന ചെടിയല്ല ഇത്. ഇത് വേറെയാണിത്. ഇത് പൊള്ളലിന് ഉപയോഗിക്കും. പിന്നെ നിത്യ യൗവനം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇതിന്റെ എന്തോ മരുന്ന് എന്തോ ഇല കഴിച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ടല്ല കേട്ടോ. ഇത് കച്ചോലം, മലവേപ്പ്. എന്താ ഈ മലവേപ്പിന് മറ്റു വേപ്പുമായിട്ട് വ്യത്യാസം? ഇതിന് കാതലെടുക്കുന്ന നമ്മൾ മരുന്നിന് ഉപയോഗിക്കുന്നത്. മയിലുള്ള പ്രസവിച്ചെടുക്കുന്ന സ്ത്രീകൾക്ക് നമ്മൾ വെള്ളം തിളപ്പിച്ച് കുളിക്കാനൊക്കെ ആയിട്ട് വേത് വെക്കുന്നത്. ഇതിന്റെ ഇലയ്ക്ക് നല്ല സ്മെല്ലുണ്ടല്ലേ? ചിത്തിക്കുടുവേലി, നാഗദന്തി എന്ന് പറഞ്ഞ ചെടി. ഇതും വിഷത്തിന്റെ ഉപയോഗിക്കുന്നത്. നമ്മൾ വിഷമൊക്കെ തൊട്ടി പെട്ടെന്ന് ആദ്യം അരച്ചിടുന്ന ചെടിയാണിത്. തൈകൾക്കൊക്കെ എങ്ങനെയാണ് വില? ഈ കവറിന്റെ അകത്ത് ഇരിക്കുന്നതിനകത്ത് 30 രൂപ. ഇതിന്റെ ചെടികളെല്ലാം കവറിന്റെ അകത്താക്കി വെച്ചേക്കുന്നതാണ്. ഇതിന്റെ എല്ലാം മദർ പ്ലാന്റ് ആണ് നമ്മുടെ സൈഡിൽ നിൽക്കുന്നത്. മുറിവ് ഉണ്ടായ എണ്ണ അപ്പൊ തന്നെ ജോയിന്റ് ആവണേ, ഇതിന്റെ നീര് പറ്റിയാൽ മതി. ചേച്ചി, ഈ ചെടി ഏതാ? ദുരിയാൻ. അതൊക്കെ ദുരിയാൻ തന്നെയാണോ? അത് മദർ പ്ലാന്റ് ഒക്കെ, അതിന്റെ കുഞ്ഞു തൈകളൊക്കെയാണത്. ഇതൊക്കെ അല്ലേ? ഇതൊക്കെ എത്ര വർഷം പഴക്കമുണ്ട്? 2018 നട്ടതാ. ഓ ശരി. കായൊക്കെ ഉണ്ടാവാറുണ്ടോ? ഉണ്ട്. എന്താ ചെയ്യണേ ഇതിന്റെ കായ്? സെയിൽസ് കൗണ്ടർ വഴി, ഔട്ട്ലെറ്റ് വഴി വിൽക്കുകയാണ്. കായായിട്ട് തന്നെ വിൽക്കോ അതോ മൂല്യവർദ്ധനവ്? അല്ല, കായായിട്ട് വിൽക്കും. ആവശ്യക്കാർക്ക് ഫ്രൂട്ട്സ് ആയിട്ട് വിൽക്കും. ആവശ്യക്കാരുണ്ടല്ലേ ധാരാളം, ഇഷ്ടംമാതിരി. നമ്മളിപ്പോൾ വളരെയധികം ഔഷധ സസ്യങ്ങളെ പരിചയപ്പെട്ടു. അതിൻ്റെ നാട്ടറിവുകൾ ആയിട്ടുള്ള ഉപയോഗങ്ങൾ ഒക്കെ നമ്മൾ കേട്ടു. എന്തൊക്കെയായിരുന്നാലും ഇത്തരം നാട്ടറിവുകൾ നമ്മൾ പ്രയോഗത്തിൽ വരുത്തുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സസ്യങ്ങൾ നമ്മൾ ഔഷധമായിട്ട് ഉപയോഗിക്കുമ്പോൾ എന്ത് തന്നെയായാലും നമ്മുടെ ആരോഗ്യ വിദഗ്ധൻ്റെ നിർദ്ദേശം സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം, അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം ഒക്കെ മാത്രമേ നിങ്ങൾ ഈ ഔഷധ സസ്യങ്ങൾ ഏതു തരത്തിലും ഉപയോഗിക്കാവൂ എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഇക്കാര്യം നേരത്തെ 1-2 വട്ടം പറഞ്ഞിരുന്നു, എങ്കിൽ കൂടി ഞാൻ ഇതിൻ്റെ ആ ഒരു പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്. ഇതിപ്പോ ഇവിടെ മാവിന്റെ തോട്ടാണ്. മാവിന്റെ പ്രോജനി ഓർച്ചാർഡാണ് ഇത്. ഇവിടെ പല വെറൈറ്റിയിലുള്ള പല വെറൈറ്റി ഉണ്ട്. നമുക്കൊരു 30-35 വെറൈറ്റിയോളം മാവുകൾ നമുക്കുണ്ട്. അപ്പൊ ഇത്തരത്തില് ഇത്രയും വെറൈറ്റി മാവുകൾ ഒരുമിച്ച് നമ്മൾ നടുമ്പോൾ അതെങ്ങനെയാണ് സംരക്ഷിക്കുന്നത്? ഈ മാവുകളെല്ലാം നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കാറുണ്ട്. എല്ലാ വർഷവും പ്രൂൺ ചെയ്യാറുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ഇതെല്ലാം ഓരോ റോ ഓരോ വെറൈറ്റി അങ്ങനെ സ്പെസിഫിക് ആയിട്ട് മാർക്ക് ചെയ്തിട്ടാണ് എല്ലാം നിർത്തിയിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിൽ നിന്ന് സയണും ബഡും എടുത്തിട്ട് ബഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും ആണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഈ പുതുതായിട്ടുണ്ടാകുന്ന മാങ്ങകള്, അതിന്റെ വിത്തുകൾ നട്ട് പുതിയ ഇനം അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇല്ല, മാവ് നമ്മൾ മാങ്ങയെടുത്ത് അത് മുളപ്പിച്ചത് സീഡ്ലിങ്സ് മാത്രമേ ആവുള്ളൂ. നമുക്ക് ഈ പെക്യുലർ ക്യാരക്ടർ കിട്ടാൻ വേണ്ടിയിട്ട് ബഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും ആണ് ചെയ്യുന്നത്. സീഡ്ലിങ്സ് ആകുമ്പോൾ കുറച്ച് വർഷങ്ങൾ, ഒരു 5-6 കൊല്ലത്തിനുള്ളിലൊക്കെ കായ്ക്കുള്ളൂ. ബഡിങ് ഗ്രാഫ്റ്റ് വയ്ക്കുമ്പോൾ 3-4 വർഷത്തിനുള്ളിൽ നമുക്ക് കായ്ഫലം തരുന്നതാണ്. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ഈ മാങ്ങകളൊക്കെ എന്താ ചെയ്യാറ്? മാങ്ങകൾ നമ്മൾ ലേലം കൊടുക്കുകയാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. പിന്നെ 1-2 പ്ലോട്ടുകൾ നമ്മൾ മാർക്ക് ചെയ്തിട്ട് അതിൽ മാങ്ങകൾ നമ്മൾ തന്നെ എടുക്കും. കാരണം വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ റൂട്ട് സ്റ്റോക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സീഡ്ലിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാങ്ങാണ്ടികൾ ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മളത് ഹാർവെസ്റ്റ് ചെയ്തെടുക്കും. എന്താണ് ഈ റൂട്ട് സ്റ്റോക്കും അതുപോലെ ഈ ബഡ് തൈയും, എന്തുകൊണ്ടാണ് അങ്ങനെ രണ്ടായിട്ട് നമ്മൾ ശേഖരിക്കുന്നത്? റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത് അതിന്റെ തായ്വേര് വരുന്നതാണ് റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അത് മാങ്ങാണ്ടിയിൽ നിന്ന് മുളച്ച് അതിൽ തന്നെ നമ്മൾ അതിന്റെ മേൽഭാഗം കട്ട് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ കമ്പെടുത്ത് വെച്ച് സയോൺ വെച്ചിട്ട് ചെയ്യുന്നതാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിലൊരു ബഡ് റിമൂവ് ചെയ്ത് നമ്മൾ ബഡിങ് ചെയ്യുന്നതും നമുക്ക് ചെയ്യാം. അപ്പം എന്ന് വെച്ചാൽ റൂട്ട് സ്റ്റോക്കിന് ആ തായ്വേരിന്റെ ആ സ്വഭാവം ഉണ്ടാവും. ബഡ് അല്ലെങ്കിൽ സയോൺ നമ്മൾ എടുക്കുന്ന ആ ഇതിന്റെ ഗുണമായിരിക്കും അതിന് മേലോട്ട് അതിന്റെ കായ്ഫലം അതിന്റെ ഗുണത്തിൽ നിന്നാണ് വരുന്നത്.
ഓ, അപ്പൊ അതായത് നമ്മുടെ മാവ് തൈ അതിന്റെ ആ ഒരു യാഥാസ്ഥിതിയോടുകൂടി തന്നെ വളർന്നോളുകയും ചെയ്യും. അതെ അതെ. ഇത് നീരൊഴുക്ക് എപ്പോഴും ഉള്ളതാണോ? ഇതൊക്കെ നമ്മുടെ മറ്റേ NH-ന്റെ അവിടെ നിന്ന് വരുന്ന തോടുകളാണ്. അവിടെ നിന്ന് മലമുകളിൽ നിന്നൊക്കെ മലമുകളിൽ നിന്നൊക്കെ വരുന്ന, ഇത് നേരെ പെരിയാറിലോട്ട് കണക്ഷൻ ഉണ്ട്, അങ്ങോട്ട് പൊക്കോളൂ. ഇവിടെ ഉണ്ടല്ലോ, നമ്മൾ നടക്കുന്ന വഴി തന്നെ നല്ല ഒരു ഉറവജലം നമുക്ക് അരികിലൂടെ കടന്നു പോകുന്നുണ്ട് കേട്ടോ. നല്ല നീരുറവാന്ന് പറഞ്ഞാൽ മലമുകളിൽ നിന്നൊക്കെ വരുന്ന വെള്ളമാണെന്നാണ് ഇപ്പോൾ മാഡം പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ ഉറവജലം ചെന്ന് ചേരുന്നത് പെരിയാറിൻ്റെ ഭാഗത്താണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ധാരാളം പച്ചക്കറികൾ ഇവർ കൃഷി ചെയ്യുന്നുണ്ട്. കൂടാതെ മറ്റ് വിഭവങ്ങളും ഇവിടെ കൃഷി ചെയ്തു വരുന്നുണ്ട്. നമ്മൾ ഈ മാവിൻ്റെയൊക്കെ തോട്ടത്തിൻ്റെ സൈഡിൽ കൂടി കുറച്ച് ദൂരം ഇങ്ങനെ പോകുമ്പോൾ ഈ പെരിയാറിൻ്റെ ഒരു അരികത്ത് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അവിടെ പാലത്തിൻ്റെ പണിയും കാര്യങ്ങളുമൊക്കെ നടക്കുന്നുണ്ട്. ആ ഭാഗം നമുക്ക് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. പ്രവർത്തനങ്ങൾ നടക്കുന്നതിൻ്റേതായിട്ടുള്ള കുറച്ച് അസൗകര്യങ്ങൾ ഒഴിച്ചാൽ നല്ല ഭംഗിയുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് കേട്ടോ അവിടെയും. അപ്പോൾ ഇവിടെ ഈ നീരുറവയുടെയൊക്കെ സൈഡിലായിട്ടാണ് കേട്ടോ നമുക്ക് നടക്കാനുള്ള ഈ ഒരു ഇടം. അപ്പോൾ നീരുറവയുടെ ശബ്ദവും പ്രകൃതിയുടെ ഈ ഹരിതാഭവും ഒക്കെ ആസ്വദിച്ച് തോട്ടത്തിനുള്ളിൽ കൂടി ഉള്ള നടപ്പ് അത് വളരെ ആസ്വാദ്യകരമാണ് കേട്ടോ. ഇതിപ്പോൾ ഞാനിങ്ങനെ പറയുന്നത് കൊണ്ടൊന്നും അതിൻ്റെ ഒരു ആസ്വാദ്യകത യഥാർത്ഥത്തിൽ മനസ്സിലാവണമെന്നില്ല. ഇവിടെ നേരെ വന്ന് ഇതൊക്കെ ഒന്ന് കാണുമ്പോഴാണ് എത്ര മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവിടങ്ങളിൽ ഉള്ളത് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നത് കേട്ടോ. ഇത് നമ്മളായിട്ട് വെട്ടിയതാണോ അതോ തന്നെ ഉള്ളതാ അല്ലേ? തോടൊക്കെ തന്നെയുള്ളത്, നാച്ചുറൽ ആയിട്ടുള്ളത്. പിന്നെ അങ്ങോട്ട് എങ്ങനെയാണ്? 2 വശത്തേക്ക് നമുക്ക് പ്ലോട്ടുകളുണ്ട്. ഇങ്ങോട്ടാണെങ്കിൽ ജാതിയുടെയാണ്. അങ്ങോട്ട് മെയിനായിട്ട് കൊക്കോ ഉണ്ട്, ജാതി ഉണ്ട്, പിന്നെ നമുക്ക് പച്ചക്കറി നടുന്ന പ്ലോട്ട് ഉണ്ട്. അപ്പൊ ഇവിടെ ഈ കൊക്കോയൊക്കെ എന്താ ചെയ്യുന്നത്? കൊക്കോ ഒക്കെ നമ്മൾ ബീൻസ് കളക്ട് ചെയ്തിട്ട് നമ്മൾ സെയിൽസ് കൗണ്ടർ ത്രൂ വേറെ പുറത്തേക്ക് കൊടുക്കുകയാണ് ചെയ്യാറ്. അപ്പൊ നമ്മൾ ഫെർമെന്റേഷൻ ഒക്കെ ഇവിടെ തന്നെയാണോ ചെയ്യുന്നത് അതോ? ഇല്ല, ഫെർമെന്റേഷൻ നമ്മൾ കൊടുക്കാം. നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ കൊടുക്കും. ചിലത് മാത്രം നമ്മൾ ഡ്രൈ ചെയ്ത് കൊടുക്കും. ഇപ്പൊ വില അനുസരിച്ച്, മാർക്കറ്റ് പ്രൈസ് അനുസരിച്ച് നമ്മൾ കൊടുക്കും. പച്ചക്കറി എന്തൊക്കെയാണുള്ളത്? പച്ചക്കറി നമുക്ക് പാവയ്ക്കുണ്ട്, പടവലമുണ്ട്, പയറുണ്ട്, വെണ്ടയ്ക്ക, വഴുതനങ്ങ, ഓൾമോസ്റ്റ് എല്ലാ പച്ചക്കറിയും. എല്ലാം ഇവിടെ തന്നെ ഉരുത്തിരിച്ച പുതിയ വെറൈറ്റീസ് ആണോ? അല്ലല്ല, യൂണിവേഴ്സിറ്റിയുടെ വെറൈറ്റീസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ വെറൈറ്റീസ്. അപ്പൊ ഇവിടെ നമ്മൾ ഈ കണ്ടത് കൂടാതെ ഇനിയും ഏറെയുണ്ട് നമുക്ക് കാണാൻ. അതായത് നമ്മള് ഈ തോട്ടത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് കേട്ടോ ഇപ്പൊ കണ്ടിട്ടുള്ളൂ. ഇനി ജാതിത്തോട്ടമുണ്ട്, കൊക്കോ തോട്ടമുണ്ട്, പച്ചക്കറി തോട്ടമുണ്ട്, താറാവുകള്, ആടുകള്, അങ്ങനെ വെറൈറ്റി ആയിട്ട് ഇനിയും ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നമുക്ക് വേണ്ടി തയ്യാറായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോ ഈ ഫാം ഇങ്ങനെ കാണാൻ ഇറങ്ങുമ്പോൾ ഇവിടെ ഒരു ചെക്ക് ഡാം ഉണ്ട് കേട്ടോ. അതിലേക്കുള്ള ആ എൻട്രൻസ് തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ചെടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളച്ച് ഒരു ആർച്ച് പോലെയുള്ളൊരു വഴി രൂപപ്പെടുത്തിയിട്ടാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വഴി തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അവസാനം വരുമ്പോൾ ഒരു ചെറിയ ഡാം വെള്ളം കെട്ടി നിർത്തിയിരിക്കുകയാണ്. അതിന് ചുറ്റുമായിട്ട് തട്ടുകളായിട്ട് തിരിച്ച് അവിടെയും കൃഷി ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ വെള്ളത്തിൽ തന്നെ ഫ്ലോട്ടിംഗ് ആയിട്ട് ചെടികൾ നട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ വെള്ളത്തിൽ ഫ്ലോട്ടിംഗ് ആയിട്ട് ഇങ്ങനെ ചെടി നട്ടേക്കുന്നത്? ഇത് ഫ്ലോട്ടിംഗ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ട് സയന്റിഫിക് ആയിട്ട് ഒരു സംഭവം ഉണ്ട്. പിന്നെ കൂടാതെ നമ്മൾ ഫാം ടൂറിസവുമായി ബന്ധപ്പെട്ട് ഫാം ഫെസ്റ്റിനോടനുബന്ധിച്ച് നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് നവംബർ മാസത്തിൽ ഫാം ഫെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സമയമാണ്. അപ്പോൾ അവർക്കൊരു ആകർഷണം എന്ന രീതിയിൽ ചെയ്തത് കൂടിയാണ്. ഇതിന്റെ ഒരുക്കം എങ്ങനെയാണ്? ഈ ഒരു ഫ്ലോട്ടിംഗ് ഒരു രീതി ഒന്ന് പറഞ്ഞുതരാമോ? ഇത് മുള ഉപയോഗിച്ചിട്ടാണ് അവർ അതിന്റെ ബേസ് ഉണ്ടാക്കിയത്. മുളയും കയറും ഉപയോഗിച്ചിട്ട് അതിന്റെ ബേസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ മേലെ ഷെയ്ഡ് നെറ്റും ബീറ്റ് മാറ്റും ഉപയോഗിച്ചിട്ടാണ് അത് കവർ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിൽ നമ്മൾ തൈകൾ വെച്ചിരിക്കുകയാണ്. ഈ ഒരു ഫ്ലോട്ടിംഗ് ഇത് എത്ര നാൾ ഏകദേശം നിൽക്കും? ഇതിപ്പോ ഒരു 2 ഇയേഴ്സിന് മേലെയായിട്ട് ഇത് നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇതിൽ എന്ത് ചെടിയാണ് നട്ടിരിക്കുന്നത്? ഇതിൽ സൂര്യകാന്തിയാണ് ഇപ്പൊ നമ്മൾ പാകിയിരിക്കുന്നത്. പരീക്ഷണാടിസ്ഥാനാണോ? നമ്മൾ ചീരയൊക്കെ പാകാറുണ്ട്. കണ്ണിനൊരു കുളിർമ എന്നുള്ള രീതിക്ക് ചെയ്തിരിക്കുന്നതാണ്. പക്ഷെ ഇതൊരു ശരിക്കും ഒരു സയന്റിഫിക് മെത്തേഡാണ്. ഫ്ലോട്ടിംഗ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ട് ജമ്മു കാശ്മീരിലൊക്കെ ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. ഇതില് വെള്ളം ഈ ചെടി താഴേന്ന് തന്നെ വലിച്ചോളും അല്ലെ? അതെ അതെ. അപ്പൊ ഇതിന്റെ വളപ്രയോഗമൊക്കെ എങ്ങനെയാണ്? ഈ ജലം നമ്മൾ പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണല്ലോ. നമ്മൾ 19 അങ്ങനെ എന്തെങ്കിലും ഒരു സ്പ്രേ കൊടുക്കാറേ ഉള്ളൂ. പിന്നെ അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് പൂച്ചെടികൾ മാത്രം വളർത്തുന്നത്. അപ്പോൾ അധികം വളപ്രയോഗത്തിന്റെ ആവശ്യം വരുന്നില്ല. പിന്നെ പോട്ടി മിക്സ്ചർ നമ്മൾ ചാണകപ്പൊടിയും എല്ലാം ഇട്ട് സമ്പുഷ്ടീകരിച്ച പോട്ടി മിക്സ്ചറാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതിപ്പോ തൽക്കാലം വെള്ളവുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും വരുന്നില്ലല്ലോ. ഡയറക്റ്റ് കോണ്ടാക്ട് വെള്ളമായിട്ട് വരുന്നില്ല. അപ്പോൾ ആവശ്യമായ മൂലകങ്ങളെല്ലാം അതിൽ തന്നെ ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്,
ആവശ്യമായിട്ടുള്ള ബാക്കി മൂലകങ്ങളെല്ലാം ഇപ്പം അതിനകത്ത് തന്നെ ഉണ്ടാകും. അപ്പൊ ഇതിന്റെ ചുറ്റുവട്ടത്ത് ഇങ്ങനെ നടക്കാനുള്ള ഒരു സ്ഥലമാണോ? ഇതിപ്പോൾ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫെസ്റ്റിനോടനുബന്ധിച്ച് നമുക്ക് കുറച്ചൊന്നും കൂടി ആകർഷകരാക്കുന്ന രീതിയിൽ അപ്പോൾ ഒന്ന് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല രീതിയിൽ. ഇവിടെ വരുന്ന ഫാം ടൂറിസ്റ്റുകൾക്ക് ഇവിടെ വന്നിരിക്കാനും ഒന്ന് റിലാക്സ് ചെയ്യാനും ഒക്കെ ഉദ്ദേശിച്ചായിരിക്കും അല്ലേ? ഫസ്റ്റ് വരുന്ന ടൈമിൽ വരുന്നവർക്ക് നമ്മൾ മീൻ പിടിക്കാനൊക്കെയുള്ള അവസരം, ചൂണ്ടയിട്ട് മീൻ പിടിക്കുക എന്നുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നടത്താറുണ്ട്. ശരി. ജില്ലാ കൃഷിത്തോട്ടം നേര്യമംഗലത്തിന്റെ പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. മനോഹരമായിട്ട് തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടു നടക്കുന്ന, അതിന്റെ ചുക്കാൻ പിടിക്കുന്നവർ, അതിനൊപ്പം നിൽക്കുന്നവർ, കൂടാതെ ഇതിന്റെ ഓരോ പ്രവർത്തനങ്ങളിലും ഭാഗഭാഗമായിട്ടുള്ള എല്ലാവർക്കും ഹോട്ടൽ മേഖല അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേര് ജയപാൽ, സംസ്ഥാന പ്രസിഡന്റ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. വലിയൊരു ബുദ്ധിമുട്ടാണ് ഹോട്ടൽ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം സാധാരണ നമ്മുടെ നിത്യ അറിയാം ഔഷധ സസ്യങ്ങളെ. ഇന്ന് ഈ പരമ്പരയിൽ ചിറ്റമൃതിനെ കുറിച്ച് സംസാരിക്കുന്നു വൈറ്റില നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ എൻഡമോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ജ്യോതി നാരായണൻ. ഔഷധ ഗുണങ്ങൾ ധാരാളമുള്ള ഒരു സസ്യമാണ് ചിറ്റമൃത്. ഇത് മരങ്ങളിൽ ചുറ്റിപ്പിടിച്ച് വളരുന്ന ഒരു വള്ളിച്ചെടിയാണ്. മെനിസ്പെർമേസിയെ എന്ന സസ്യകുടുംബത്തിലാണ് ഇത് ഉൾപ്പെട്ടിരിക്കുന്നത്. ചിറ്റമൃത്, കാട്ടമൃത് എന്നിങ്ങനെ പലതുണ്ടെങ്കിലും ചിറ്റമൃതാണ് ഔഷധങ്ങളിൽ കൂടുതലായി ഉപയോഗിക്കുന്നത്. ചിറ്റമൃതിന് ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള ചെറിയ ഇലകളാണുള്ളത്. തണ്ടുകളാണ് ഏറ്റവും ഔഷധയോഗ്യമായ ഭാഗം. കോർഡിഫോൾ, ടീനോസ്പൊറിഡിൻ, ബെർബെറിൻ, ബീറ്റാസിറ്റോസ്റ്റിറോൾ മുതലായ രാസഘടകങ്ങളാണ് ചിറ്റമൃതിൽ ഉള്ളത്. ഇത് പച്ചയായി തന്നെ മരുന്നിന് ഉപയോഗിക്കാം, എന്നാൽ ഉണങ്ങിയ രൂപത്തിലും വാണിജ്യപരമായി ലഭ്യമാകും. അമൃതാരിഷ്ടം, അമൃതോത്തരം കഷായം, ആരഗ്വതാരിഷ്ടം, ദശമൂലാരിഷ്ടം, പുനർനവാസവം, അമൃതാദി തൈലം, അസനേലാദി തൈലം, ബലാഗുളിച്ചാദി തൈലം, ദുർത്തൂരപത്രാദി വെളിച്ചെണ്ണ, ത്രിഫലാദി വെളിച്ചെണ്ണ തുടങ്ങി അനേകം മരുന്നുകളിലെ ചേരുവയാണ് ഈ ഔഷധച്ചെടി. നല്ല ജൈവാംശമുള്ള വളക്കൂറുള്ള മണ്ണാണ് ഇതിന് അനുയോജ്യം. 10 മുതൽ 15 സെൻറ്റിമീറ്റർ നീളമുള്ള 2 മുട്ടുകളെങ്കിലുമുള്ള തണ്ടുകൾ മുറിച്ച് നടാനായിട്ട് ഉപയോഗിക്കാം. മെയ് ജൂൺ മാസങ്ങളിൽ കൃഷിസ്ഥലത്ത് നേരിട്ടോ അല്ലെങ്കിൽ പോളി ബാഗുകളിലോ നടാം. വേരുകൾ വേഗം പിടിക്കുന്നതിന് റൂട്ടിംഗ് ഹോർമോണിൽ മുക്കിയ ശേഷവും തണ്ടുകൾ നടാം. വള്ളികൾ പടർന്നു കയറുന്നതിന് മരങ്ങളോ താങ്ങോ ഉള്ളിടത്ത് വേണം നടാനായി. നടുന്ന സമയത്ത് ആവശ്യത്തിന് ജൈവവളവും ചേർത്ത് കൊടുക്കുക. ചെടി അത്യാവശ്യം വളർന്നു കഴിഞ്ഞാൽ വലിയ പരിചരണം ആവശ്യമായി വരില്ല. എന്നാൽ അധികം പടർന്നു പോകാതെ കോതി ഒതുക്കി നിർത്തണം. നട്ട് 1 വർഷത്തിന് ശേഷം തണ്ടുകൾ ഭാഗികമായി മുറിച്ചെടുക്കാം. പിന്നീട് ആവശ്യമുള്ള സമയത്ത് തണ്ടുകൾ മുറിക്കാം. ചൂടുള്ള കാലങ്ങളിൽ വള്ളികളിലും വേരിലും കയ്പരസം കൂടി നിൽക്കുന്നതിനാൽ ഈ സമയത്ത് ഇവ രണ്ടും ശേഖരിക്കാവുന്നതാണ്. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ചെടിയിൽ നിന്നും 1 വർഷം 2 മുതൽ 3 കിലോഗ്രാം വരെ വള്ളി ലഭിക്കും. മുറിച്ചെടുത്ത വള്ളികൾ ചെറിയ കഷ്ണങ്ങളാക്കി പച്ചയായോ ഉണക്കിയോ വിപണനം ചെയ്യാം. ഔഷധ സസ്യമായ ചിറ്റമൃതിനെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് വൈറ്റില നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ എൻഡമോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ജ്യോതി നാരായണൻ.
ഇന്നത്തെ കാർഷിക ജീവനം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം റിയ. സഹകരണം യാമിനി ദിലീപ് കുമാർ. കാർഷിക ജീവനം. കൃഷി അറിവുകളും അനുഭവങ്ങളും.